സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലി. കേരേസ് ഉൾപ്പെടെ 13 സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിലില്ല. ആദ്യഘട്ടത്തിൽ 56 ഔട്ട്ലെറ്റുകളിലൂടെ കെ-റൈസ് വിതരണം ചെയ്യാനായിരുന്നു സർക്കാർ തീരുമാനം. അതേസമയം കെ-റൈസ് വിതരണം ചെയ്യാനുള്ള പ്രിന്റ് ചെയ്ത സഞ്ചി എത്താത്തതിനാൽ അരി സപ്ലൈകോയിൽ തന്നെ സൂക്ഷിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഇനി സബ്സിഡി സാധനങ്ങൾക്കായി ഇനിയും കാത്തിരിക്കണം. കെ-റൈസ് വീടുകളിൽ എത്താനും കാത്തിരിപ്പ് നീളും. അനു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലാണ്. 56 ഔട്ട്ലെറ്റുകൾ വഴി കെ-റൈസ് വിതരണം ചെയ്യാനായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരപ്രദേശത്തെ ഒരു ഔട്ട്ലെറ്റുകളിൽ പോലും ഇത്തരത്തിൽ ഈ കെ-റൈസിൻ്റെ വിതരണം അല്ലെങ്കിൽ കെ-റൈസ് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് ഈ കെ-റൈസിൻ്റെ ഉദ്ഘാടനം നടത്തുക. ഏതാണ്ട് 5 കിലോ അരി ശബരി കെ-റൈസ് എന്ന പേരിൽ പ്രിന്റ് ചെയ്ത് 29 രൂപ നിരക്കിൽ നൽകാനായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. ഇതേ സംബന്ധിച്ചാണ് ഭക്ഷ്യവകുപ്പ് സപ്ലൈകോ ഡയറക്ടർമാരോട് ശബരി കെ-റൈസ് എന്ന പേരിൽ ഈ സഞ്ചി പ്രിന്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ഒരു സഞ്ചി പ്രിന്റ് ചെയ്യുന്നതിന് 10 രൂപയാണ്. അങ്ങനെ 500ഓളം സഞ്ചി പ്രിന്റ് ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മ, ഈ ഔട്ട്ലെറ്റുകൾ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇതാ വന്നിട്ട് തിരിച്ചു പോകണം. എന്തൊന്ന് കഷ്ടമെന്ന് പറയും ഇപ്പോഴത്തെ കാലം. മനുഷ്യന് വല്ല മാറ്റി തിന്നണ്ടേ? 40 രൂപ കിടന്ന കടലതാ 80 രൂപയായി. കെ-റൈസ് എന്ന് പറഞ്ഞ പേരിൽ 29 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അരി മാത്രം വാങ്ങിച്ച്, റേഷൻ അരി മാത്രം വാങ്ങിച്ച് തിന്നാൽ മതി നമ്മള്? അതിനോട് ഒരു കറി വേണ്ടേ, ഒരു കൂട്ടാൻ വേണ്ടേ, ഒന്നും വേണ്ടേ? നമ്മളെ പോലെയുള്ളവർ ഈ കാലും കൈ ഒടിഞ്ഞവർ എവിടെ നടക്കാൻ വേണ്ടി? അരി ഇവിടെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. അരി മാത്രം കൊണ്ട് എന്ത് ചെയ്യാനാ? വിതരണം ചെയ്ത അരി രാവിലെ വരണം, വൈകിട്ട് വരെ ഇവിടെ കിടക്കണം. അതിനൊരു കൂട്ടാൻ വെച്ച് തിന്നണ്ടേ? നിവൃത്തി വേണ്ടേ? ഒരു ജോലി വേണ്ടേ മനുഷ്യന്? അവർ 13 എന്ന് പറയും, 11 കാണൂല അതിൻ്റെ അകത്ത്. അവരൊരു കവറിലൊക്കെ ഇട്ട് വെക്കുന്നതല്ലേ. എല്ലാം ചുമ്മാ, എല്ലാം കള്ളന്മാരെ കൊടുക്കണം കള്ളം, വാങ്ങിക്കണം കള്ളം. ഇപ്പം പറയണുണ്ടെന്നല്ലേ, ഒന്നിനൊന്നിന് മിച്ചം തന്നെ. പാവപ്പെട്ടവരെ ജനം ഇനി കൊല്ലാൻ ഇനി ഒന്നുമില്ല, കൊന്നു വരെയാണ്. ഒന്നാമതെ കാലും കയ്യും എല്ലാം ഒടിഞ്ഞു വരണം. ഒരു ആട്ടോയിൽ കയറാൻ വയ്യ, ഒരു ബസ്സിൽ കയറാൻ വയ്യ. ബസ്സാണെങ്കിൽ കയറുന്നതിന് മുമ്പ് വണ്ടി എടുത്തോണ്ട് പോകും. അതാ കറന്ന് ഒരു കാലൊടിഞ്ഞാണ്. 1.5 വർഷം കൊണ്ട് കിടന്നതാണ്. ഇപ്പോഴാണ് 3 വരുന്നത്. ഗുളിക വാങ്ങിക്കാൻ വന്നതാണ്. മാർജൻ പുറയിൽ നിന്ന് അരക്കില്ല എണ്ണ വാങ്ങിക്കാൻ നോക്കുമ്പോൾ എണ്ണയും ഇല്ല, പുണ്ണാക്കും ഇല്ല, ഒന്നുമില്ല. 40 രൂപ കിടന്ന കടലതാ 75 രൂപ. തീർച്ചയായും അനു, അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 13 സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരം സാധനങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഈ കെ-റൈസുമായി ബന്ധപ്പെട്ട വാർത്ത എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നും പരിതാപകരമായ അവസ്ഥയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നടക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 56 ഔട്ട്ലെറ്റുകളിലായിട്ടാണ് ഇത്തരത്തിൽ കെ-റൈസിൻ്റെ വിതരണം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ അത് ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റുകളിൽ പോലും ഇത്തരത്തിൽ അരി വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയ, മട്ട, കുറുവ ഇനം അരികളാണ് 29 രൂപയ്ക്ക് നൽകാനായി തീരുമാനിച്ചത്. അത്തരത്തിൽ 5 കിലോ അരിയുടെ പാക്കറ്റ് നൽകുമെന്ന് പറഞ്ഞു. നേരത്തെ സപ്ലൈകോ വഴി നൽകിയിരുന്ന സബ്സിഡി അരിയാണ് ഇത്തരത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കച്ചവടം ചെയ്യുന്ന പോലെ 5 കിലോ അരിയാക്കി വെട്ടിക്കുറച്ചുകൊണ്ട് കെ-റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതും ഇപ്പോൾ പാളിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഭാരത സർക്കാർ നൽകിയ ഭാരത് അരിക്ക് സമാനമായി കവറുകളിൽ ശബരി കെ-റൈസ് എന്ന് പ്രിന്റ് ചെയ്ത സഞ്ചികൾ നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം. പക്ഷേ ഇപ്പോൾ അതും നടക്കാത്ത ഒരു സാഹചര്യമായിരിക്കുകയാണ്. എന്തായാലും കെ-റൈസ് ഇന്ന് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി 12 മണിക്ക് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകളിൽ അരി ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മട്ട അരിയും അതുപോലെ തന്നെ തിരുവനന്തപുരം തെക്കൻ ജില്ലകളിൽ ജയ അരിയും അതുപോലെ പാലക്കാട് ജില്ലകളിൽ കുറുവ അരിയും നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലും ഒരു വേർതിരിവ് ഉണ്ടായില്ല. ഇപ്പോൾ ഒരു തരത്തിലുള്ള അരിയും ലഭിക്കാത്തൊരു ഘട്ടമാണ്. 56 ഔട്ട്ലെറ്റുകളും ഇത്തരത്തിൽ കെ-റൈസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞാലും അരി വൈകുമെന്ന് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം സഞ്ചി കിട്ടിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഞ്ചി കിട്ടിയില്ല എങ്കിലും ഈ അരി ഔട്ട്ലെറ്റുകൾ സൂക്ഷിക്കും. പക്ഷേ അങ്ങനെ സൂക്ഷിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരി, ചെറുപയർ, കടല തുടങ്ങിയ ഇനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഈ അരി എടുത്ത് മറിച്ച് മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാനാണെങ്കിൽ പോലും അരി ഇവിടെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കെ-റൈസ് തുടക്കത്തിൽ തന്നെ പാളിപ്പോയ കാഴ്ചയാണ്.
നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നഗരത്തെ ഒരു ഔട്ട്ലെറ്റുകളിൽ പോലും ഇത്തരത്തിൽ അരി വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തുണിസഞ്ചി ഇല്ലാത്തതാണ് അരി വിതരണം വൈകാൻ കാരണമെന്ന് നേരത്തെ മുൻകൂർ പറയുമ്പോൾ പോലും ഒരു ഔട്ട്ലെറ്റുകളിൽ പോലും ഇത്തരത്തിൽ അരി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അരി വിതരണം ചെയ്യാനുള്ള നടപടികളോ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ടിൻഡു, ബാലിശമായ വാദമാണ് ഈ സഞ്ചി ഇല്ലാത്തതിനാൽ കെ റൈസ് വൈകി എന്നത്. എന്തായാലും ഈ കെ റൈസ് പോയിട്ട് 13 ഇന സബ്സിഡി സാധനങ്ങളിലോ ഉള്ളവയ്ക്കാകട്ടെ വില കൂടുതലും, അങ്ങനെ വേണം മനസ്സിലാക്കാൻ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും. തീർച്ചയായിട്ടും മനു, നേരത്തെ നമ്മളോട് പ്രതികരിച്ച അമ്മ തന്നെ പറയുന്നത് 40 രൂപയിൽ കിടന്ന കടല 75 രൂപയാണ്. അതേ ഇനത്തിൽ തന്നെ ചെറുപയർ, മറ്റ് സാധനങ്ങൾ 13 ഇന സാധനങ്ങൾക്കും കുത്തനെ വില കൂട്ടി. ഈ വില കൂട്ടിയ സാധനങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള 29 രൂപയ്ക്ക് അരി കൊണ്ടുവരുന്നത് എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. പക്ഷേ ആ വാദവും പൊള്ളയായി പോകുന്നൊരു അല്ലെ, ആ വാദവും പൊള്ളയായി എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ആണ് സൂചിപ്പിച്ചതുപോലെ ബാലിശമായ കാര്യമാണ് തുണിസഞ്ചി ഇല്ല എന്ന് പറയുന്നത്. അതായത് ഈ അരി ഇത്തരത്തിലുള്ള അരി വിതരണം ചെയ്യുക എന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം ആദ്യം ഭക്ഷ്യവകുപ്പിലെ സപ്ലൈകോ ഡയറക്ടർമാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. ഇത്തരത്തിൽ ശബരി കെ റൈസ് എന്ന് പച്ച നിറത്തിൽ പ്രിന്റ് ചെയ്ത വെള്ള സഞ്ചികൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ വെള്ള സഞ്ചികൾ പ്രിന്റ് ചെയ്തിറക്കുക എന്നത്. ഒരു സഞ്ചിക്ക് 10 രൂപയാണ് പ്രിന്റിംഗ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ റേറ്റിനനുസരിച്ച് പ്രിന്റ് ചെയ്യാൻ അതല്ലെങ്കിൽ അധിക ബാധ്യത ഏറ്റെടുക്കാൻ സപ്ലൈകോ തയ്യാറായില്ല. തുടർന്നാണ് സർക്കാർ ഈ കരാറുകാർക്ക് കൊടുക്കുന്നത്. ഈ കരാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കരാർ ഏറ്റെടുക്കാൻ പുറത്തുനിന്നും ആരും വരുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ സഞ്ചി പ്രിന്റ് ചെയ്യുന്നില്ല എന്നൊരു ബാലിശമായ വാദം പറഞ്ഞുകൊണ്ട് അരി ഇത്തരത്തിലൊരു കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച അരിയുടെ ഒരു വിതരണം ഈ ഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ മുടങ്ങിക്കിടക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഭാരത് റൈസ് അല്ലെങ്കിൽ ഭാരത് അരി തൃശ്ശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ തന്നെ മറ്റു ജില്ലകളിലൊക്കെ വിതരണം ചെയ്താണ് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഒരുപക്ഷെ അതിനെ അല്ലെങ്കിൽ അത് ഭാരത് റൈസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ കെ റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം. പക്ഷെ ആ താല്പര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു താല്പര്യമാണ് ഇപ്പോൾ പൊളിഞ്ഞിട്ടുള്ളത്. നേരത്തെ സബ്സിഡി ഇനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന അരി പഴയ വീഞ്ഞെന്ന് പുതിയ കുപ്പിയിൽ എന്ന പേരിൽ കെ റൈസ് എന്ന പേരിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ്, ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അനു, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.